നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡ്രോയിങ്സിനെ കുറിച്ചാണ്. എന്താണ് ഡ്രോയിങ്സ്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് ഗുഡ്സോ ക്യാഷോ കൊണ്ടുപോകുന്നതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. പേഴ്സണൽ ആവശ്യത്തിന്, ഓണറുടെ പേഴ്സണൽ ആവശ്യത്തിന് സാധനങ്ങളോ ക്യാഷായിട്ടോ ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോകുന്നതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. ഇപ്പോൾ അദ്ദേഹം ഡ്രോയിങ്സ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ ബിസിനസ്സിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ ഇടുക? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്നാണ് കാണിക്കേണ്ടത്. ടു പർച്ചേസ് ആണ്, അല്ല ടു സാധനങ്ങൾ ഗുഡ്സോ അല്ലെങ്കിൽ ടു സെയിൽസോ കാണിക്കരുത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് നമ്മൾ കാണിക്കണം. ഇനിയിപ്പോൾ ഓണർ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ ഫീസ്, സ്കൂൾ ഫീ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ ബിസിനസ്സിൽ നിന്നാണ് അടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എത്രയാണ് നമ്മൾ ക്യാഷായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വഴിയാണോ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിനെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക, ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുക. ഇതെല്ലാവരും മനസ്സിലാക്കുക.